നമ്മളെപ്പോഴും പറയും നന്മ ചെയ്യുന്നു. ലോകത്ത് ഒരാളും പരസ്പരം നന്മ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മനുഷ്യൻ ജീവിച്ചു പോകും. നമ്മൾ ലോകത്ത് തിന്മ ചെയ്യാതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ ലോകത്ത് ഇന്ന് പട്ടിണിയുള്ളത് പരസ്പരം നന്മ ചെയ്യാത്തത് കൊണ്ടല്ല, മനുഷ്യൻ തിന്മ ചെയ്യുന്നത് കൊണ്ടാണ്. അവൻ്റെ ഭക്ഷണം കൂടെ നമ്മളിങ്ങനെ അടിച്ചു മാറ്റുന്നത് കൊണ്ടാണ് അവന് പട്ടിണി. അവൻ്റെ സൗകര്യങ്ങളിലൂടെ നമ്മൾ വേറെ ആരോ ചൂഷകർ എടുത്തു മാറ്റുന്നത് കൊണ്ടാണ് പട്ടിണി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചൂഷണം ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് അതെല്ലാം കൂടെ ചേർന്നതാണ്. പിന്നെ ദൈവം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും കാരണങ്ങൾ വേണം എല്ലാത്തിനും, ഇല്ലേ? ഇതെന്തിന് എനിക്ക് സംഭവിച്ചു എന്നൊരു ചോദ്യം എപ്പോഴും എല്ലാ മനുഷ്യനും നമുക്ക്, അല്ലേ? ഇപ്പം നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, അയാൾക്ക് എന്നാലും ഇങ്ങനെ വരാൻ കാര്യം എന്താ, അല്ലേ? ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും നമ്മളതിൻ്റെ കാരണം അന്വേഷിക്കും. എതിർവശത്ത് വന്നവൻ്റെ കുഴപ്പമാണോ, അത് നമ്മുടെ തന്നെ കുഴപ്പമാണോ, അത് രണ്ടുപേരുടെ അല്ലാത്ത കുഴപ്പമാണോ? അപ്പോൾ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പം കാരണം കാണാത്തതിനെല്ലാം നമ്മൾ ഉത്തരവായിട്ട് കണ്ടെത്തി അത് ദൈവമാണ് അതിൻ്റെ ചുമതലക്കാരെന്ന്. നമുക്ക് ഉത്തരമില്ലാത്തതിൻ്റെ എല്ലാം ഉത്തരവാദി ആയിട്ടൊരാളെ നമ്മൾ പ്രതിഷ്ഠിച്ചു. അതാണ് ദൈവസങ്കല്പം ലോകത്ത്. തീർച്ചയായിട്ടും സർ, ലേബർ ഇന്ത്യ പോലൊരു പ്രസ്ഥാനത്തെ സർ ചുമലിലേറ്റുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും. പക്ഷേ അത് മാർക്കറ്റ് ചെയ്ത് വളരെ നന്നായിട്ട് കൊണ്ടുപോയി. അതാണ് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ സഫാരി പോലൊരു സംവിധാനം തുടങ്ങാനും ഒക്കെ സഹായിച്ചിരുന്നത്. അന്ന് ചെറുപ്പമായിരുന്നു. ഇത്രയേറെ ഒരു പരിചയം, ഇപ്പോൾ കൂടെ നിന്ന് അച്ഛൻ്റെ കൂടെ നിന്നതിൻ്റെ ഒരു പരിചയം ഉണ്ടാവും. പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിലൊരു തോട്ട്, അത്രയും പ്രോവോക്കിംഗ് ആയിട്ടുള്ളൊരു തോട്ട് വേണ്ടേ, അതെങ്ങനെയാണ് അത്രയും പിച്ച് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇപ്പം ഒന്നാമത്തെ കാര്യം, എനിക്ക് മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. ഞാൻ പഠിച്ചതും അതൊക്കെ തന്നെയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി തന്നെ ഞാൻ ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ മാധ്യമപ്രവർത്തനം ശരിക്കും ലേബറിൻ്റെ പോലൊരു പ്രോഡക്റ്റൊന്നും അല്ല, ടെലിവിഷൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ലേബർ ഇന്ത്യ എന്ന് പറയുന്നതിൽ ഞാൻ ജനിച്ചു വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട്സും എനിക്കറിയാം. ഇതിൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അതെന്താ ചെയ്താൽ മാർക്കറ്റ് ചെയ്യപ്പെടും, എന്ത് ചെയ്താൽ സമയത്ത് മാസിക ഇറക്കാൻ പറ്റും, എന്ത് ചെയ്താൽ പേപ്പറിൻ്റെ ക്രൈസിസിനെ മറികടക്കാൻ പറ്റും, എന്ത് ചെയ്താൽ സമയത്ത് പ്രൊഡക്ഷൻ പൂർത്തിയാക്കാൻ പറ്റും, എന്ത് ചെയ്താൽ അവിടുത്തെ ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റും, ജീവനക്കാരെയും സഹപ്രവർത്തകരെയും എങ്ങനെ കൂടെ നിർത്താൻ പറ്റും. ഇതൊക്കെ എനിക്കറിയാമായിരുന്നത് ഈ കൂടെ ഇവരുടെ കൂടെ നിന്ന് എൻ്റെ വിദ്യാഭ്യാസ കാലം മുഴുവൻ ഞാൻ ഇവരോടൊപ്പമായിരുന്നു, ഈ പ്രസ്ഥാനത്തോടൊപ്പമായിരുന്നു. തന്നെയുമല്ല, ഇതിലെ ടെക്നോളജി എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് വഴങ്ങുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ലേബറിൻ്റെ ടെക്നോളജിയിൽ മാറ്റം വരുത്തുന്ന ഒരു കാലത്താണ് ഞാൻ അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നത്. അതായത് ഞാൻ അതിനെ ഏറ്റവും പുതിയ ടെക്നോളജികളിലേക്ക് വളർത്തി. അപ്പോൾ അതെനിക്കൊരു ഹരമാണ്. അപ്പോൾ പ്രിൻ്റ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും മികച്ച സംവിധാനങ്ങളിലേക്ക് വളർത്തുക, അതിൻ്റെ മാർക്കറ്റിങ്ങിന് ഏറ്റവും പ്രൊഫഷണൽസിനെ കൊണ്ടുവരിക, ഏറ്റവും സത്യസന്ധമായ മാർക്കറ്റിംഗ് ആക്ടിവിറ്റികൾ ആരംഭിക്കുക. നമ്മൾ കുറേ ഗിമ്മിക്സ് പറഞ്ഞിട്ട് കിട്ടാത്ത കുറേ, ഒരിക്കലും നടക്കാത്ത കുറേ ഓഫറുകൾ കൊടുത്തിട്ട് ഒരിക്കലും ലേബറിൻ്റെ ഒരു കാര്യം ചെയ്തിട്ടില്ല.